എല്ലാവർക്കും പുതിയ വീഡിയോ സ്വാഗതം. അതിപ്രധാനപ്പെട്ട ന്യൂസുകളാണ് ഇപ്പോൾ പുറത്തേക്ക് വന്നുകൊണ്ടിരിക്കുന്നത്. അറിയോ, ഇറാൻ ഇസ്രായേൽ യുദ്ധം അവസാനിച്ചു എന്ന് നമ്മൾ കരുതി നിൽക്കുന്ന സമയത്താണ് ഇപ്പോൾ ഹമാസിന്റെ ഭാഗത്ത് നിന്ന് ശക്തമായ ഒരു ആക്രമണം, ഇസ്രായേലിലേക്ക് വമ്പൻ ആക്രമണം. എന്നറിയോ, ഇസ്രായേലെ കുലുക്കുന്ന രൂപത്തിലേക്കുള്ള ആക്രമണമാണ് പിന്നെ ഇപ്പോൾ ഹമാസിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായത്. ഏകദേശം 19 ഇസ്രായേൽ പട്ടാളക്കാർ മരിച്ചെന്നും 14 ഇസ്രായേൽ പട്ടാളക്കാർ മാരകമായിട്ടുള്ള പരിക്കേറ്റുന്നെന്നും അതുപോലെ തന്നെ 200ഓളം ഇസ്രായേൽ പട്ടാൾക്കാരെ കാണാനില്ല എന്നുള്ള റിപ്പോർട്ടുകളും, അതുപോലെ തന്നെ ഗസയിൽ ഡ്യൂട്ടി ഉണ്ടായിരുന്ന ഒരു ഇസ്രായേൽ പട്ടാളക്കാരൻ തിരിച്ച് ഡ്യൂട്ടി കഴിഞ്ഞ് ഇസ്രായേലിൽ പോയ ചങ്ങായി ഇനി ഞാൻ ഡ്യൂട്ടി പട്ടാൾക്കാരെ കയറുന്നില്ല എന്നും പിന്നെ ഒരു ആത്മഹത്യ ചെയ്യുന്ന ഒരു രീതിയിലുള്ള ഒരു പ്രവണത കാണിച്ചു വന്നിട്ടുണ്ട്. അതിന്റെ മുമ്പായിട്ട് സംഭവം നടന്നിട്ടുണ്ട്. എന്നാൽ പറയാനുള്ള കാര്യം എന്താ അറിയുമോ, അതിമാരകമായിട്ട് ഉള്ള ഇസ്രായേൽ നരഭോജികൾക്ക്, ഇസ്രായേൽ പട്ടാൾക്കാർക്ക് എന്താ അറിയോ, ഹമാസിന്റെ പോരാളികൾ അതിശക്തമായ ആക്രമണത്തിലൂടെ 19 ഇസ്രായേൽ പട്ടാൾക്കാരെ കൊന്നൊടുക്കിയുള്ള ന്യൂസുകളാണ് പുറത്തേക്ക് വന്നുകൊണ്ടിരിക്കുന്നത്. ശരിക്കും പറയാൻ എന്താ അറിയോ, ഗസ എന്ന് പറഞ്ഞ ഒരു പലസ്തീൻ എന്ന് പറഞ്ഞ ഒരു രാജ്യം ശരിക്കും പറഞ്ഞാൽ ഇസ്രായേലിന്റെ നരഭോജികളിൽ നിന്ന് നയഞ്ഞാടുക. ആ സമയത്ത് ഇത്രയും കാലം എന്താ പറയുക, ഇറാൻ ഇസ്രായേൽ യുദ്ധം നടക്കുന്ന സമയത്ത് ഹമാസിന്റെ ഭാഗത്ത് നിന്ന് ശക്തമായിട്ടുള്ള പോരാട്ടം നടന്നിട്ടില്ലായിരുന്നു. പക്ഷെ ഇപ്പോൾ ഹമാസിന്റെ ഭാഗത്ത് ശക്തമായിട്ടുള്ള പോരാട്ടം നടന്നിട്ടുണ്ട്. അത് എന്താ പറയുക, ഈ ഇസ്രായേൽ പട്ടാൾക്കാർ എവിടെ നിൽക്കുന്നുണ്ടോ അവിടേക്ക് ഹമാസിന്റെ പോരാളികൾ പോയിട്ട് അവരെ പോയി തമർക്കുന്ന രൂപത്തിലേക്കാണ് പല ടെക്നിക്കൽ ഉപയോഗിച്ച് ചെറിയ എവിടെയെങ്കിലും ശബ്ദം ഉണ്ടാക്കും, അവിടേക്ക് ഇസ്രായേൽ പട്ടാളങ്ങൾ പോകുന്ന സമയത്ത് അവിടെയുള്ള ആൾക്കാരെ കൊന്നുകളയുക. അങ്ങനത്തെ ടെക്നിക്കൽ ഉപയോഗിച്ച് ഹമാസിന്റെ വ്യക്തികൾ എവിടുന്നാ വരുന്നത്, എവിടേക്കാ പോകുന്നുള്ള ഒരു പിടുത്തം ഇസ്രായേൽ പട്ടാൾക്ക് കിട്ടുന്നില്ല. കാരണം മനസ്സിലാക്കാൻ അറിയോ, 2-2.5 കൊല്ലമായിട്ട് പോലും എന്താ പറയുക, ഇസ്രായേൽ എന്ന് പറഞ്ഞ വലിയ രാജ്യം എന്ന് പറയുന്നത് വലിയ രാജ്യം എന്ന് പറയുന്ന രാജ്യമല്ലേ, ഏത് അമേരിക്ക, ഇസ്രായേൽ എന്ന് പറഞ്ഞ വലിയ രാജ്യം 2.5 കൊല്ലമായി ഹമാസിന്റെ പോരാളികൾ അവിടുത്തെ ഇസ്രായേലിലെ പിന്നെ അവിടുത്തെ ആൾക്കാരെ പിടിച്ചുങ്ങാനെ കൊണ്ടുപോയിട്ട് ഇത്രയും കാലം തുമ്പ് പോലും കിട്ടിയിട്ടില്ല. എവിടെ പോയി അവരെ പവർ എവിടെ പോയി മൊസാദിന്റെ കുറേയൊക്കെ ഇറാന്റെ ആൾക്കാർ തീർത്തിട്ടുണ്ട്, കുറേയൊക്കെ 100-500 തീർന്നതാ കേട്ട്. അതുപോട്ടെ, ഏതായാലും പറയാനുള്ള കാരണം എന്താ പറയുക, അതിശക്തമായ ആക്രമണത്തിൽ 19 ഇസ്രായേൽ നരഭോജികൾ മരിച്ചെന്നുള്ള റിപ്പോർട്ടുകൾ പുറത്തേക്ക് വന്നുകൊണ്ടിരിക്കുക. അതുപോലെ തന്നെ 14 നരഭോജികൾ പിന്നെ ഇസ്രായേൽ നരഭോജികൾക്ക് മാരകമായിട്ടുള്ള പരിക്കേറ്റ് മരണത്തോട് മല്ലിടുന്ന രൂപത്തിലുള്ള പരിക്കേറ്റുള്ള റിപ്പോർട്ടുകൾ പുറത്തേക്ക് വന്നുകൊണ്ടിരിക്കുക. ഏതായാലും ഗസയിൽ വന്ന ന്യൂസുകൾ ഇപ്പോൾ ഇസ്രായേൽ മൊത്തം എന്താ പറയുക തകർത്തുകൊണ്ടിരിക്കുന്ന ഒരു അവസ്ഥ. കാരണം ഇസ്രായേലിലെ പൗരന്മാർ മരിക്കുക എന്ന് പറയുന്നത് ഇസ്രായേലിനെ സംബന്ധിച്ചോളം ഭയങ്കര പ്രശ്നക്കാരാണ്. അതായത് ഇസ്രായേലിൽ ഒരു പൗരൻ മരിക്കുക, അല്ലെങ്കിൽ പട്ടാൾക്കാർ മരിക്കുക, അവരെ ഫാമിലി വമ്പൻ പ്രശ്നങ്ങൾ ഉണ്ടാകും. കാരണം അവിടുത്തെ ജനങ്ങൾ എന്ന് പറഞ്ഞാൽ അങ്ങനെ ഒരു വലിയ അവിടുത്തെ ഇസ്രായേൽ ജനങ്ങൾ, സാധാ ജനങ്ങൾ അവർ പാവപ്പെട്ടവരാണ്. അത് നമുക്കും അറിയാം, സാധാ ജനങ്ങൾ പാവപ്പെട്ടവരാണ്. താങ്ക് യു വെരി മച്ച്.